എന്തു പറ്റി മോളെ? എന്തു പറ്റാന്? ഞങ്ങള് രണ്ടാളെയും പ്രസവിച്ച അമ്മയാ. ആ അമ്മയുടെ പിറന്നാളിന് ഞങ്ങള് പങ്കെടുക്കും, അത്രേ ഉള്ളൂ. രണ്ടാളെയും പ്രസവിച്ചത് അവരാണെങ്കിലേ അവരമ്മയായത് നിനക്ക് മാത്രമല്ലേ? അതമ്മയുടെ തോന്നലാ. പ്രതാപ, 25 കോടിയും 30 കോടിയൊക്കെ ബമ്പർ ലോട്ടറി ഓരോരുത്തന്മാർക്ക് അടിക്കുമ്പോഴേ ഞാൻ അവന്മാരെ ഒക്കെ പ്രാകാറുണ്ട്. എന്നുവെച്ചാ മെയ് അനങ്ങാതെയല്ലേ അവന്മാർക്ക് ഇത്രയൊക്കെ പൈസ കിട്ടുന്നേ. അതിന്റെ ഒരു ദേഷ്യം എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു യക്ഷിക്ക് ഇവിടെ 25ഉം 50ഉം ഒന്നും അല്ലല്ലോ. കണ്ണന്റെ ആസ്തി എന്ന് പറയുന്നത് അതിലും മുകളിലല്ലേ. അവന് 500 കോടിയുടെ ആസ്തി ഉണ്ടമ്മേ. അതിന്റെ കൂടിയാ അവൻ നടക്കാൻ തുടങ്ങിയത്. നീ ഒരു വീൽ ചെയർ വാങ്ങിച്ചോണ്ട് വരുവോ? എന്തിനമ്മേ? അവൻ നടക്കുന്നത് കണ്ടപ്പോ മുതലേ എന്റെ മുട്ടിന് ഭയങ്കര വേദനയാ. ഇനി വീൽ ചെയറിൽ ഉരുണ്ടാ മതിയെന്നൊരു തോന്നല്. അമ്മ വെറുതെ തമാശ പറയല്ലേ. ഓ, ജീവിതം മടുത്ത സമയത്താ ഞാൻ അവളെ കൊല്ലാൻ നോക്കിയത്. ഇന്ന് ബർത്ത്ഡേയുടെ സമയത്തെ അവള് കേക്ക് മുറിക്കുമ്പോ ലക്ഷ്മിയുടെ കഴുത്ത് മുറിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെങ്കിൽ നമ്മുടെ മോളെ നമ്മുടെ മുമ്പിലിട്ട് കൊല്ലുവന്നു. അതിനൊക്കെയുള്ള മനസ്സവനുണ്ട്. അത് ഉറപ്പല്ലേ. അവന് അവന്റെ അച്ഛനെ കൊന്നതിന്റെ ദേഷ്യം ഇപ്പോഴും ഉള്ളിൽ വെച്ചോണ്ട് നടക്കല്ലേ. എപ്പോഴാ നിന്റെ ദേഹത്ത് പാണ്ടിലോറി കയറ്റുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. സത്യം. എന്ത് സത്യം? എന്റെ ദേഹത്ത് പാണ്ടിലോറി കയറുന്നോ? അത് പറഞ്ഞപ്പോഴേക്ക് ശത്രുക്കൾ വന്നല്ലോ. അങ്ങനെ അവനെന്തിനാ വീൽ ചെയർ വരുന്നത്? നമുക്കൊക്കെ അറിയാലോ അവൻ നടക്കുമെന്ന്. നോക്കിയമ്മേ, നമ്മുടെ മോളും ഉണ്ട് കൂടെ. അതുകൊണ്ടാ അവൻ വീണ്ടും നാടകം കളിക്കുന്നേ. നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോടാ. ഓ, ഇനി അതുകൂടെ പോയി പറഞ്ഞു കൊടുക്ക്. അവളേതെങ്കിലും പുഴയിൽ പോയി ചാടട്ടെ. എന്തൊക്കെയുണ്ട് പ്രതാപ? സുഖം തന്നെയല്ലേ? പരമസുഖം. അനുസരണയുള്ള കുട്ടിയാ ഇപ്പൊ നിങ്ങളുടെ കൊച്ചുമോള്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചപ്പോ ഒരു എതിർപ്പും കൂടാതെ ഞങ്ങൾക്കൊപ്പം വരികയായിരുന്നു അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ. ഏതാണ്ടൊക്കെ മലമറിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്റെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണുന്നു പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? കാണാൻ ശ്രമിച്ചതാ മോളെ. അതിനിടയ്ക്കല്ലേ ഒരുത്തൻ ചാടി വീണത്. ആര്? അവൻ ആ നിൽക്കുന്നവൻ സുമേഷ്, അവന്റെ ഡ്രൈവർ. അതേ മോളെ, ലക്ഷ്മിയെ കുത്തിക്കൊല്ലാൻ ഇവൻ കഠാര ഉയർത്തിയതാ. ആ സമയത്ത് ഇവനെ അവൻ ചവിട്ടി വീഴ്ത്തിക്കളഞ്ഞു. അപ്പോഴാ അകത്തേക്ക് ആനയിച്ചോണ്ട് പോയ കണ്ണൻ ഒരു പരിപാടി ചെയ്തത്.
അവനെ വീൽ ചെയർ ഉണ്ടല്ലോ അത് ഓണാക്കി ഇവന്റെ ദേഹത്തോട് കേറ്റി അങ്ങ് ഇറക്കി അല്ലേടാ? ആ, അതെ അതെ. അതിനുശേഷം അച്ഛന്റെ വൻകുടലും ചെറുകുടലും എല്ലാം കൂടെ ഒന്നായിന്നാ തോന്നുന്നേ. സാരമില്ല, ഇനി അവസരം വരുമല്ലോ. ആ നേരത്തെ ചെയ്യേണ്ട കർമ്മം ചെയ്താ മതി. പക്ഷെ ആ സുമേഷ് ഉള്ളപ്പോ നടക്കത്തില്ല എന്ന് മാത്രമല്ല, ഇനി എന്തെങ്കിലും ചെയ്താ മോളെ തട്ടിക്കളയുന്ന അവര് പറയുന്നേ. അയ്യോ, എന്നെ ഇപ്പൊന്നും വേണ്ട, മരിക്കാൻ എനിക്ക് പേടിയാ. ഇന്നലെ എന്തൊക്കെയാ മോളെ സംഭവിച്ചത്? അതൊക്കെ ഓർക്കുമ്പോ ഒരു സ്വപ്നം പോലെ തോന്നുക. കരുണയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, കണ്ണേട്ടൻ നടന്ന കാര്യം അവളുടെ അച്ഛനും മുത്തശ്ശിയൊന്നും അവളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റുമോ? കണ്ണൻ നടക്കുന്നു എന്നറിഞ്ഞ പിന്നെ അവള് രണ്ടിനെയും വെച്ചേക്കില്ല. ഇന്ന് കേക്ക് മുറിക്കലൊന്നും വേണ്ട മോളെ. ഇനി ആ സമയത്ത് കരുണയുടെ അച്ഛൻ വീണ്ടും ആയുധമായിട്ട് മോളുടെ അടുത്തേക്ക് വന്നാലോ? ഇനി അങ്ങനെ വരാനുള്ള ധൈര്യമൊന്നും അങ്ങേർക്ക് കാണില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയ ശേഷം അമ്മയോട് വഴക്കിടാനോ അമ്മയെ തല്ലാനോ മറ്റോ അമ്മയും മോനും വന്നായിരുന്നോ? ഏയ് ഇല്ല. രണ്ടാൾക്കും തീർത്താ തീരാത്ത ദേഷ്യം ഉണ്ടെങ്കിലും എന്നോട് കൂടുതലൊന്നും പറഞ്ഞില്ല. ദേ പറഞ്ഞ തിരിച്ചു പറഞ്ഞേക്കണം. അമ്മയ്ക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് എന്ന് വെച്ച് അമ്മയുടെ കടിച്ചു തൂങ്ങണമെന്നൊന്നുമില്ല. എന്റെ പ്രസവം കഴിഞ്ഞാ ഞങ്ങൾക്കൊപ്പം അമ്മ വരണം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ, നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടം നടന്നു. അത് കണ്ണേട്ടനോട് പറയാതെ ഞാൻ മൂടി വെച്ചു. അതെന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാ. അതിന്റെ ഒരു നേരിയ വിഷമം ഇപ്പോഴും കണ്ണേട്ടനുണ്ട്. അതിടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. അനന്തേട്ടനും ലേഖയൊക്കെ പറയുന്നത് കരുണയുടെ അച്ഛനെ കോടതി കയറ്റണമെന്നാ. പിന്നെ ഞാനാ അത് വിലക്കിയത്. പക്ഷെ അയാളുടെ ഭാഗത്ത് ഇനി ചെറിയൊരു വീഴ്ച ഉണ്ടായാൽ അയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് ന്യായമല്ലേ മോളെ? അതിലൊരു സങ്കടത്തിന്റെ ആവശ്യമില്ല. കരുണയെക്കുറിച്ചും ഉണ്ണിയെക്കുറിച്ചും ആലോചിച്ചിട്ടല്ലേ നിങ്ങൾ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാത്തത്. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് പോലും മോളെയും കണ്ണനെയും കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക അയാളും അയാളുടെ അമ്മയും ഒക്കെ. കരുണ അങ്ങനെ ആയിപ്പോയല്ലോ അമ്മേ. അവളെ അടുക്കളപ്പണിയൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതിനി വേണ്ടാന്ന് വെക്കണ്ട മോളെ. കുറച്ചവള് കഷ്ടപ്പെടട്ടെ. ആ പിന്നെ അമ്മ പാൽപായസവും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പേടിയാ മോളെ. പ്രത്യേകിച്ച് നിങ്ങൾ വരുമ്പോ അതിനകത്ത് എന്തെങ്കിലും കലർത്തി കഴിഞ്ഞാലേ തീർന്നില്ലേ എല്ലാം. അങ്ങനെയെങ്കിൽ കരുണയ്ക്ക് പരിക്ക് പറ്റുമെന്ന് അവളുടെ അച്ഛനും മുത്തശ്ശിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടിപ്പോ അങ്ങനെയുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാ കഴിഞ്ഞ തവണ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അമ്മയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാതിരുന്നത്. പിന്നെ അമ്മയോട് ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ്, എന്നോട് വഴക്കിന് പോലും വന്നിട്ടില്ല. എങ്കിലും അമ്മയും മോനും ശാന്തമായിട്ടിരിക്കുന്നത് സൂക്ഷിക്കണം. വേറൊന്നും കൊണ്ടല്ല മോളെ. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയില്ല അമ്മയും മോനും ഒക്കെ. അതുപോലെ തന്നെയാ ആ വാമദേവന്റെയും അവസ്ഥ. മേഘനിപ്പോ കിടപ്പില്ലല്ലേ? അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇനിയും എന്തെങ്കിലുമൊക്കെ കെണിയൊരുക്കും മോളെ. ഇനിയും ഇപ്പൊ കേക്ക് മുറിക്കുന്ന സമയത്ത് ആയുധമായിട്ട് അയാൾ വരുമോന്ന് പോലും എനിക്ക് സംശയമില്ലാതില്ല. നമുക്ക് നോക്കാം. അതിനുള്ള തന്റെ ഒന്നും കരുണാലയത്തിലെ പ്രതാപനില്ല. അതെ, അമ്മ ഈ വേഷത്തിൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ദേ, അമ്മ ഞാൻ കുറച്ചുകൂടെ സുന്ദരിയാക്കാം. വാ. ഇവളുടെ ഒരു കാര്യം.
വേണ്ടായിരുന്നു മോളെ. നീ എന്നെ ശരിക്കും കല്യാണ പെണ്ണാക്കും അല്ലേ മോളെ? മരുമോൻ വാങ്ങിച്ചെന്ന ഡ്രസ്സല്ലേ അമ്മേ? ആള് പ്രതീക്ഷിച്ചേക്കാൻ നന്നായിട്ടുണ്ടെന്ന് കണ്ണേട്ടന് തോന്നണ്ടേ? അവിടെ ഒരുത്തനുണ്ട്. ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിലും ഏത് നേരം ഡയറിയിൽ കണക്കെഴുത്താം. എന്താന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. ചിലര് അങ്ങനെയാ മോളെ. ഒരു ജോലി ഇല്ലെങ്കിലും ഡയറിയിൽ ഇങ്ങനെ ചുമ്മാ കണക്ക് കൂട്ടിയും കിഴിച്ചൊക്കെ ഇരിക്കും. അതവർക്കൊരു സുഖമാ. പിന്നെ ആകെ ഉള്ളൊരു മെച്ചം അവന് നടക്കാൻ പറ്റും. ലക്ഷ്മിയുടെ ഭർത്താവിന് നടക്കാൻ പറ്റില്ല, അത് മാത്ര. അതെ അതെ. ആ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ടൊന്നും ഇപ്പൊ അയാൾ പോകുന്നില്ല. ആദ്യം പാദമൊക്കെ ചലിച്ചു തുടങ്ങിയപ്പോ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാവുന്ന്. പക്ഷെ അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. അതെ അതെ, ഒന്നും ഉണ്ടായിട്ടില്ല മോളെ. ഞാൻ അവന്റെ പിന്നാലെ പോയതാണല്ലോ രഹസ്യമായിട്ട്. അതുകൊണ്ട് അവൻ ആ ഒരു കാര്യത്തിൽ എന്തായാലും നമ്മളെ പറ്റിച്ചിട്ടില്ല. ഇപ്പോഴും അവന് നടക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യത്തിനാ. അല്ലെങ്കിൽ തന്നെ നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അയാളിപ്പോ ആ വീൽ ചെയറിന്റെ സഹായം തേടുവോ? ഓ, നടക്കാൻ പറ്റുമായിരുന്നെങ്കിലേ ലക്ഷ്മി തന്നെ അയാളെ നമ്മുടെയൊക്കെ മുന്നിലൂടെ നടത്തിക്കൊണ്ടുവന്നേനെ. അതെ അതെ, അങ്ങനെ അവള് മോളെ ജയിക്കാൻ ശ്രമിച്ചേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതൊരു മഹാഭാഗ്യം അല്ലേ പ്രതാപ? അവന്റെ ആ കാൽപാദത്തിന്റെ ചലനശേഷിയെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്നാ എനിക്ക് തോന്നേ, അല്ലേ അമ്മേ? അതെ അതെ, എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു പ്രതാപ. ഞാനും ഇപ്പോ അയാള് പാദം ചലിപ്പിക്കുന്ന അങ്ങനെ കാണുന്നില്ല. ഇനിയിപ്പോ അവളെ പഴയതുപോലെ അങ്ങനെ കളിയാക്കാനൊന്നും പറ്റില്ല. എങ്കിലും വീൽ ചെയറിലിരിക്കുന്ന ആളിനൊപ്പം അവള് പോകുന്നത് കാണുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്റെ ഈ കഷ്ടപ്പാടിനിടയിലും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതും മാത്ര. അതിന് വിരുദ്ധമായി ഇനി അയാൾ അവൾക്കൊപ്പം നടക്കുന്നത് കാണേണ്ടി വന്നാ പിന്നെ തൂങ്ങിച്ചത്താ മതി. എന്റെ മോളെ, കണ്ണൻ ഈ ജന്മം നടക്കില്ല. അച്ഛന്റെ നാവ് കൊണ്ട് പറഞ്ഞതൊന്നും ഇന്ന് വരെ സത്യമാവാണ്ടിരുന്നിട്ടില്ല. ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അല്ലേ അമ്മേ? അതെ അതെ. തോമസ് വൈദ്യനല്ല, അവന്റെ അപ്പൂപ്പ വിചാരിച്ചാലും കണ്ണനിന് എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്താ മോളെ? അല്ല, അന്നത്തെ ആ അപകടത്തിലെ കണ്ണേട്ടന്റെ അച്ഛനോടൊപ്പം കണ്ണേട്ടനും പോയിരുന്നെങ്കിലെന്ന്. അങ്ങനെയെങ്കിൽ ഉണ്ണിയേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ കണ്ണേട്ടനും കാണില്ലായിരുന്നു. ഞാൻ മാത്രം കമലേശ്വരത്തെ മരുമകളായി അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചേനെ. അങ്ങനെ കണ്ണനില്ലാത്ത വീട്ടില് നായകൻ പിന്നെ ഉണ്ണിയേട്ടനാണല്ലോ. എങ്കിൽ നായകനും നായികയായിട്ട് ഞങ്ങള് വിലസി നടന്നേനെ. അച്ഛനെന്താ ആലോചിക്കുന്നേ? മോള് പറഞ്ഞു തന്നെ, ഞാനത് മനസ്സിൽ കാണുമായിരുന്നു മോളെ. അങ്ങനെയെങ്കിലും അച്ഛനൊന്ന് സന്തോഷിച്ചോട്ടെ. ഇനി അങ്ങനെ സന്തോഷിക്കാനേ പറ്റൂ. അല്ലാതെ എന്റെ ജീവിതം കുളമായി. വീട്ടുജോലി മാത്രമല്ല, അവര് പറയുന്നതെല്ലാം ഇപ്പൊ അനുസരിച്ചോണ്ടിരിക്കുക. കണ്ടില്ലേ, അവര് വന്നപ്പോ വാലാട്ടിക്കൊണ്ട് അവരുടെ പിന്നാലെ വന്നത്. ഇനി ഇതാ അച്ഛന്റെ മോളുടെ ജീവിതം. ആ ജീവിതത്തിനിടയിൽ കണ്ണൻ നടക്കുന്നില്ല എന്നൊരു മെച്ചമുണ്ട്. അതെ അതെ. എങ്കിലും അയാളുടെ കുഞ്ഞിനല്ലേ അവള് പ്രസവിക്കാൻ പോകുന്നേ? അല്ലച്ചാ, അത് അയാളുടെ കുഞ്ഞു തന്നെ ആയിരിക്കോ? എവിടുന്ന്? അതാ അനന്തൂന്റെ കുഞ്ഞു തന്നെയാ. അതുകൊണ്ടാ അനന്തു ലേഖയും കൂടെ അവളെ നോക്കുന്നത്. അതാണ് സത്യം. ഏതായാലും കുഞ്ഞ് ജനിക്കട്ടെ. അതിന്റെ മോന്ത കണ്ടിട്ട് ഞാൻ പറയാം അതാരുടെ കുഞ്ഞാണെന്ന്. അനന്തു അല്ലെങ്കിൽ മാർക്കോ. ആർക്കും മാർക്കിടണോന്ന് നമുക്ക് കുഞ്ഞിനെ കണ്ടതിന് ശേഷം തീരുമാനിക്കാം.
അമ്മയും 2 മക്കളും കൂടെ ചേർന്ന് കേക്ക് മുറിക്കുക. നീ എന്താടി മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അമ്മയുടെ ബർത്ത്ഡേ അല്ലേ കണ്ണേട്ടാ? ഇന്ന് അമ്മ തന്നെ കേക്ക് മുറിച്ചാ പോരെ? പോര്. കണ്ണും പറഞ്ഞതുപോലെ രണ്ടുപേരും അമ്മയുടെ അടുത്ത് നിൽക്കണം. ആ അതെ. വാ മോളെ. Happy birthday to you. Happy birthday to you. Happy birthday to you. നടക്കാൻ കഴിയുന്നവരുടെ നാടകം കണ്ടില്ലേ അമ്മേ? Birthday to you. നടക്കാൻ കഴിയുമെന്നൊന്നും രഹസ്യമായിട്ട് പോലും പറയല്ലേ. നമ്മുടെ കുഞ്ഞിത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ വെച്ച് തന്നെ കെട്ടി തൂങ്ങി ചത്തുകളെ. കണ്ണ, എന്താ രണ്ടാൾ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ. ഓ മതി. ഇനിയെങ്കിലും ഈ ഒരുക്കൊക്കെ ഒന്ന് കുറയ്ക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. അമ്മ ഒരുങ്ങി പ്രായം കുറച്ച് നടന്നാ മതി. അതെ അതെ, അമ്മയെ കണ്ടാല് ഒരു 10-15 വയസ്സായി പ്രായം തോന്നിക്കൂ. 35. അത്രയും പോലും പ്രായം തോന്നില്ലായിരുന്നു. ഇയാളെ പോലെ ഒരാളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ. മനപ്രയാസം കൂടിയാ അതിനനുസരിച്ച് പ്രായവും കൂടും. പാൽപായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും എടുത്ത് കൊടുക്ക. ആ കൊടുക്കുമ്പോഴേ ആദ്യം കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും കൊടുത്തിട്ട് ബാക്കി എല്ലാരും കുടിച്ചാൽ മതി. അമ്മയാണ് പാൽപായസം ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കൊലയാളിയുടെ മനസ്സുള്ളവര് അതിനകത്ത് എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ പേടിക്കണ്ട, ഞങ്ങള് തന്നെ ആദ്യം പാൽപായസം കുടിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ നടക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോഴേ ഞങ്ങൾക്ക് പാൽപായസം കുടിച്ച പ്രതീതി തന്നെയാ. പാൽപായസം മാത്രമല്ലമ്മേ, നെയ്പായസവും പാൽപായസവും ഒരുപോലെ കുടിച്ച പ്രതീതിയാ. അതെ, ഞങ്ങൾ പോയി പായസം എടുത്തോണ്ട് വരാം. വാ മോളെ. മകളോട് പറഞ്ഞില്ലല്ലോ ഞാൻ നടന്നു തുടങ്ങിയെന്ന്. ഞങ്ങൾക്ക് മോനോടൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും അവളുടെ മുന്നിൽ കൂടെ നടക്കരുത്. അതെ, കണ്ണമ്മോൻ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. പക്ഷെ എന്റെ മോളുടെ മുമ്പിൽ നടന്നു കാണിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ നടക്കണമെന്ന് കരുതിയതല്ല, പക്ഷെ അതിനുള്ള സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കി.